മലയാളികളുടെ പ്രിയ താരമാണ് അനശ്വര രാജൻ. മലയാളത്തിന് പുറമെ ഇതര ഭാഷാ സിനിമകളിലും തിളങ്ങുന്ന അനശ്വരയുടെ ചേച്ചി ഐശ്വര്യ രാജനെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് ഏറെ സുപരിചിതമാണ്. യൂട്യൂബിലും റീലുകൾ ചെയ്തും തൻ്റേതായി കരിയറുമായി മുന്നോട്ടു പോകുന്ന ഐശ്വര്യയുടെ ചില തുറന്നുപറച്ചിലുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. ഡിസ്ക് പ്രശ്നം കാരണം 28-ാം വയസ്സിലും അനുഭവിക്കുന്ന വേദനയാണ് ഐശ്വര്യ തുറന്നു പറഞ്ഞിരിക്കുന്നത്. പ്രസവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് പ്രണയം വരെ നഷ്ടമായെന്നും ഐശ്വര്യ പറയുന്നു. ഐശ്വര്യ രാജൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 16-ാമത്തെ വയസ്സിൽ എനിക്ക് അപ്പൻഡിസൈറ്റിസ് സർജറി നടന്നിരുന്നു. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡായി. മാസങ്ങളോളം ബെഡ് റെസ്റ്റ് വേണ്ടി വന്നു. പിന്നീട് 20-ാം വയസ്സിലേക്ക് കാലെടുത്ത് വെച്ച സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. സ്കാനിങ്ങും MRI ഒക്കെ എടുത്ത് ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ ഡിസ്ക് പോയി. എനിക്ക് കുനിയാനൊന്നും പറ്റില്ല. ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. 3 മാസം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഡിഗ്രി ഫൈനൽ ഇയറായിരുന്നു. എനിക്ക് ഇപ്പോഴും ഇരിക്കാൻ പറ്റില്ല. 30 മിനിറ്റ് കഴിയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നു. 6-ാം സെമസ്റ്റർ മുഴുവൻ ക്ലാസ്സിൽ നിൽക്കേണ്ടി വന്നു. അതെല്ലാം അതിജീവിച്ചാണ് കോളേജ് പഠനം പൂർത്തിയാക്കിയത്. നിന്നുകൊണ്ടായിരുന്നു പരീക്ഷ എഴുതിയത്. എല്ലാവർക്കും ഈസിയായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഈസിയല്ല. കോഴിക്കോട് ബാങ്ക് കോച്ചിങ്ങിന് പോയപ്പോഴാണ് സുഹൃത്തു പറഞ്ഞ് ആയുർവേദിക് ചികിത്സയിൽ പോയത്. ഗുണം 1.5 ലക്ഷം രൂപ വരെ നഷ്ടമായി. ഫലം 0 റിസൾട്ടായിരുന്നു. അങ്ങനെ കുറേ ഡോക്ടർമാരെ കണ്ടു. കോവിഡിനൊക്കെ മുൻപാണിത്. കുറേ പേരെന്നെ ട്രോമയിലാക്കി. ബാക്ക് പെയിനും മറ്റു വേദനകളും എല്ലാം നന്നായിട്ട് കൂടി. കുറേ ബെഡ് റെസ്റ്റായി. നല്ലൊരു സമയമായിരുന്നു അത്. കൊച്ചിയിൽ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയിരുന്നു. ഒരു ദിവസം ഞാൻ നടുവ് കണ്ണാടിയിൽ നോക്കുമ്പോൾ ബ്ലഡ് കോട്ടായി നീലിച്ച് കിടക്കുകയാണ്. അവിടുന്ന് എനിക്കൊരു മാറ്റവും ഉണ്ടായില്ല. വേദന കൂടിയതല്ലാതെ ഇരിക്കാൻ പറ്റാതായി. ഒരു റോബോട്ടിനെ പോലെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. വേദനകളെല്ലാം കൂടി. ഒടുവിൽ സലാം പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് ആയുർവേദം അടക്കം ഒന്നിനോടും എനിക്കൊരു വിശ്വാസമില്ലാതായി. എനിക്ക് ഇപ്പോഴും ഓടാനൊന്നും പറ്റില്ല. ചിലരൊക്കെ എൻ്റെ ഒരു വീഡിയോയിലെ ഓട്ടം കണ്ട് കളിയാക്കിയിരുന്നു. പ്രണയബന്ധത്തിലും ഇത് ബാധിച്ചു. പ്രസവിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. ഗർഭിണിയാകുക എന്നതാണല്ലോ ഒരു പെർഫെക്റ്റ് വുമൺ എന്നത്. അങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. പെയിൻ കില്ലറുകൾക്കൊന്നും എനിക്ക് ആശ്വാസം തരാൻ പറ്റിയിരുന്നില്ല. നടുവേദനയുള്ള കുട്ടിയെന്നായി എൻ്റെ ഐഡൻറ്റിറ്റി. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഫൈബ്രോമയാൾജിയ എന്ന അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. അതായത് ശരീരത്തിലെ എല്ലാ സെല്ലും ഭയങ്കര വേദനയായിരുന്നു. ചുണ്ടും ചെവിയും അല്ലാതെ ശരീരത്തിൽ എവിടെ തൊട്ടാലും വേദനയാണ്. ഇപ്പോൾ 28 വയസ്സുണ്ട്. ഇത്രയും ഞാനെന്ത് തുറന്നു പറയുന്നത് നിങ്ങളുടെ സിമ്പതിക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല. ഇപ്പോൾ ഞാൻ ഹീലിംഗ് ഘട്ടത്തിലാണ്. പിന്നീട് അതിനെക്കുറിച്ച് പറയുമ്പോൾ ക്ലാരിറ്റി കിട്ടാനാണ് ഇതൊക്കെ പറഞ്ഞത്.